കഴിഞ്ഞ ദിവസം എയർ ഡ്രൈ ക്ലേ വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഈ ക്ലേ യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം ഈ ക്ലേ കൈകൊണ്ട് തൊടുന്നത്. അതിനു മുമ്പ് ഞാൻ ഇത് ട്രൈ ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് കരുതി. ഞാനത് മീഷോന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ക്ലേ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ വെള്ളം ആഡ് ചെയ്തപ്പോൾ കൂടി പോയിന്നുണ്ടെങ്കിൽ ഇത് എയർ ഡ്രൈ ക്ലേ അല്ലേ, അപ്പോൾ എയറുമായിട്ടുള്ള കോൺടാക്റ്റ് വരുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയാനാണ് ചാൻസ് ഐ തിങ്ക്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് നേരം എയറിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് കുറയും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സോഫ്റ്റ്നെസ് ആയി തോന്നുമ്പോൾ യൂസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്ത് സാധനം നമ്മൾ ക്ലേ വെച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൊണ്ടുവെക്കുക. ഉണ്ടാവുന്ന ക്രാക്സ് അപ്പം ക്ലിയർ ചെയ്ത് പോവുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായി. ഇനി മൂന്നാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു ക്ലോത്ത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് പരത്ത് ഉരുട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു സർഫേസിൽ ഒട്ടിപ്പിടിക്കില്ല, പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഡ്രോപ്പ് ആയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നോട് ആഡ് ചെയ്ത് ചെളി പോലെ ആക്കാതെ നമുക്ക് ഫ്ലെക്സിബിൾ ആയി തോന്നുന്ന വരെ ഡ്രോപ്പ് ആയിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ എടുത്തു വെക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ നല്ല രീതിയിൽ റാപ്പ് ചെയ്തിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ എടുത്തു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര കട്ടി പിടിച്ചു. അപ്പോൾ അത്രയൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്. പിന്നെ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ടുള്ള ക്യൂട്ട് സ്റ്റാൻഡേർഡ് ക്ലാസിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.